ആത്മഹത്യ ഏറ്റവും വലിയ മാനസിക രോഗ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ആത്മഹത്യയുടെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം രോഗികൾ ഉണ്ട്. മാത്രമല്ല, മനഃശാസ്ത്രജ്ഞനെ സംബന്ധിച്ച്, മാനസിക രോഗ ചികിത്സകനെ സംബന്ധിച്ച് തങ്ങളുടെ ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വലിയൊരു ആഘാതമാണ്, പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഒരു ഉയർന്ന തസ്തികയിലുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, പ്രസ്തുത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ മേധാവിയാകും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. മക്കൾ, ഒരാൾ എൻജിനീയറിങ്, ഒരാൾ മെഡിസിൻ. ആ കുടുംബത്തിൽ എല്ലാവരും വളരെയധികം വിദ്യാഭ്യാസമുള്ളവരും സമ്പൽ സമൃദ്ധിയുള്ള ഒരു കുടുംബമാണ്. രണ്ടുപേരുടെയും, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൽ ഒരു 4-5 പേരെങ്കിലും ഉയർന്ന തസ്തികയിലുള്ള ഡോക്ടർമാരാണ്, ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്, അതായത് ഈ ഗോപാലകൃഷ്ണൻ നായർക്ക് 2-3 മാസമായിട്ട് വിട്ടുമാറാത്ത ഒരു വയറുവേദന, അസിഡിറ്റി, ഗ്യാസ് എന്ന് നമ്മൾ പറയുമല്ലോ, ആ സിംറ്റംസും. അപ്പോൾ ഇതുമായിട്ട് ഗാസ്ട്രോഎൻട്രോളജി, ഉദര ചികിത്സാ വിഭാഗത്തിലാണ് അദ്ദേഹം പോയി കാണിക്കുന്നത്. ഒരുവിധമുള്ള നഗരത്തിലെ എല്ലാ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റുകളെയും കണ്ട് പരിശോധനകൾ നടത്തി അവർ മരുന്ന് കൊടുക്കും, കുറച്ച് ആശ്വാസം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും രോഗലക്ഷണങ്ങൾ തിരികെ വരും. പിന്നെ ഇയാൾ ഓഫീസിൽ പോകാതായി. രാവിലെ വെറുതെ ഉണരുന്നത് തന്നെ ഒരു 9 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുകയുള്ളൂ. ആഹാരം വളരെ കുറഞ്ഞു, കുളിക്കുന്നതൊക്കെ കുറഞ്ഞു, ആളുകളോട് സംസാരിക്കുന്നത് കുറഞ്ഞു. വല്ല വിധവും ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫീസിൽ പോയി ഒരു 1-2 മണിക്കൂർ ഇരിക്കും, തിരികെ വരും. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കാണാം. പക്ഷേ മറ്റുള്ളവരെല്ലാം, ഇദ്ദേഹം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പോകുന്നു. പക്ഷേ ഒരു 1 മണി 2 മണിയാകുമ്പോൾ പുള്ളി അവിടെ എഴുന്നേറ്റിരിക്കുന്നത് കാണാം. സംസാരമില്ല, മിണ്ടാട്ടമില്ല, മുഖത്തെപ്പോഴും ഒരു മ്ലാനതയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വന്നാൽ പോലും വെറുതെ ഇരിക്കുമെന്നല്ലാതെ ഒന്നും സംസാരിക്കില്ല. പക്ഷേ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് പറയും, വീണ്ടും അടുത്ത ആശുപത്രിയിൽ പോകും. ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ 1-2 ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് പറഞ്ഞു, ഇത് ഒന്ന് സൈക്കാട്രിസ്റ്റിനെ കൂടെ കാണിക്കണം. കാരണം ഇതൊരു ചില മാനസിക രോഗങ്ങളിലും ചില ഇത് വരാറുണ്ട്. ഇറ്റ് ക്യാൻ ബി എ സിവിയർ ഡിപ്രഷൻ, കടുത്ത വിഷാദ രോഗം അതിൽ വരാം, ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കാണിക്കാൻ ഇവർക്ക് ഇതായില്ല. കാര്യം സിറ്റിയിലെ എല്ലാവരെയും ഇവർക്കറിയാം. എല്ലാ ആശുപത്രിയിലെയും പല ആശുപത്രി സ്ഥാപിക്കുന്ന മാനേജ്മെൻറ്റിലുള്ളവരെയൊക്കെ ഇവർക്കറിയാം. അത്ര വലിയ കുടുംബമാണ്. അതുകൊണ്ട് അവർക്കതൊരു മടി. അവർ വീണ്ടും അടുത്ത ഒരു സ്പെഷ്യലിസ്റ്റിനെ, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കും. ഇതിനിടെ 1-2 പ്രാവശ്യം ന്യൂറോളജിസ്റ്റിനെയൊക്കെ കാണിച്ചു. തരിപ്പ്, കൈകാല് തരിപ്പ് വേദന എന്നൊക്കെ പറഞ്ഞു. ഫിസിഷ്യനെ കാണിച്ചു, കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു. ഇതിങ്ങനെ തുടരുന്നു. പക്ഷേ പുള്ളിയുടെ അവസ്ഥ, പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 2-3 ദിവസം ഒന്ന് ബ്രൈറ്റ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഇവരിങ്ങനെ ആരെയും കാണിക്കാതെയൊക്കെ ഇരുന്നു. അവസാനം ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു അങ്കിളും, അവൻ്റെ ഒരു അങ്കിളും, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഗോപാലകൃഷ്ണൻ നായരുടെ ബ്രദറിൻലായും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പം ഈ മകൻ എൻ്റെ സ്റ്റുഡൻ്റാണ്, അന്ന് മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ വിളിച്ചുകൊണ്ട് വാ. ഞാനന്ന് വീട്ടിലെ പ്രാക്ടീസൊക്കെ ഏതാണ്ട് നിർത്തിയ സമയമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാര്യമില്ല, നീ വന്നോ, വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും രസം, ഇപ്പം വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവനൊരു 15 മിനിറ്റ് വിളിച്ചുകൊണ്ടുവരാവുന്ന ദൂരമേ ഉള്ളൂ. വരുന്നില്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഇവൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അവൻ തന്നിട്ടാണ് പോയത്. ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, ഇല്ല സാറേ, അത് ഞങ്ങൾ അച്ഛനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ആ സാറിൻ്റെ വീടിൻ്റെ ലൈനിൻ്റെ അടുത്തെത്തിയപ്പം നമുക്ക് പരിചയമുള്ള ഒരാൾ അപ്പുറത്ത് ആ കടയിൽ നിൽക്കണ കണ്ടു, അതുകൊണ്ട് തിരികെ പോയെന്ന്. എന്നുവെച്ചാൽ രഹസ്യം, ഇത് രഹസ്യമായിട്ട് വയ്ക്കണം. ഏതായാലും രാത്രി
ഒരു 7:30 ആയപ്പം കൊണ്ടുവന്നു. ഞാൻ കണ്ടപ്പം ഞങ്ങൾ പറയുന്ന ഒരു രോഗമുണ്ട്, അതിവിഷാദ രോഗം, മേജർ ഡിപ്രസീവ് ഡിസോർഡർ. അത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് പുള്ളിയുടെ മുഖത്ത് കാണുന്നത്. അതേപോലെ ഒറ്റ നോട്ടത്തിൽ അതിവിഷാദ രോഗം തിരിച്ചറിയാം. പ്ലസ് ഈ ഹിസ്റ്ററി, ഈ ചരിത്രം, ഈ രോഗചരിത്രം, ഇത് വളരെ ടിപ്പിക്കലാണ്. ലോകത്ത് ആർക്കും തെറ്റാൻ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സൂയിസൈഡാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഇത്ര അടുത്തല്ലേ, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞ് ഞാൻ സ്വല്പം കടുത്ത് തന്നെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, അതാണ് ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ പറ്റൂല. ഞാൻ പറഞ്ഞു, ഇതിനിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇദ്ദേഹം മരുന്ന് കഴിക്കത്തില്ല. അതിന് മാത്രമല്ല, എൻ്റെ അടുത്ത് വരാൻ കാര്യം, പുള്ളി 1-2 പ്രാവശ്യം ഒരു നീണ്ട തോർത്ത് മുണ്ടുമൊക്കെ ഇങ്ങനെ തോർത്ത് പോലെ ഇത് വെച്ചിട്ട് ഈ ഫാനിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു എന്ന് ഭാര്യ. അപ്പോഴാണ് ഇവർക്ക് തോന്നിയത്. വല്ലവിധവും പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചപ്പോഴത്തേക്കും ടോട്ടൽ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. വെരി ക്ലിയർ ദറ്റ് ഹീ ഈസ് ഹാവിങ് എ മേജർ ഡിപ്രഷൻ, അതിവിഷാദ രോഗം, അതുപോലെ തന്നെ കടുത്ത ഏറ്റവും ശക്തമായ ആത്മഹത്യാ പ്രവണത. ഞങ്ങളെ സംബന്ധിച്ച് അബ്സല്യൂട്ടാണ്. ആശുപത്രിയിലാക്കണം, ആക്റ്റീവായിട്ട് ചികിത്സ, ഔഷധ ചികിത്സ ട്രൈ ചെയ്ത് പറ്റിയില്ലെങ്കിൽ ഇലക്ട്രിക് ചികിത്സ കൊടുക്കണം. ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറ് കിംസിലല്ലേ വർക്ക് ചെയ്യുന്നത്? അന്ന് ഞാൻ കിംസിൽ ജസ്റ്റ് ആയ സമയമാണ്. സാറ് അവിടെയല്ലേ വർക്ക് ചെയ്യണം? അങ്ങോട്ടൊന്നും വരുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി നടക്കണം, പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ, ശാസ്ത്രമംഗലത്തെ ഞാൻ വിളിച്ച് പറയാം. തിരുവനന്തപുരത്ത് 2-3 ഉള്ളൂ നല്ല ചികിത്സ. അവിടെ ഏതെങ്കിലും സ്ഥലത്ത്, എല്ലായിടത്തും എനിക്ക് വിളിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ വിളിച്ച് പറയാം, ഞാൻ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തും പറ്റൂല. ഈവൻ വെഞ്ഞാറമ്മൂട് എന്നൊരു മെഡിക്കൽ കോളേജുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ ഇതിനുള്ള ചികിത്സ ഏർപ്പെട്ട് വരുന്നേ ഉള്ളൂ, അവിടെ വരെ വരാമെങ്കിൽ ആസ് എ സ്പെഷ്യൽ കേസ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഒരു വേണ്ട ഇത് ചെയ്യാം. അവിടെ വെരി ഗുഡ് ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ചെയ്യാം. അവസാനം പറഞ്ഞു, എന്നാൽ പിന്നെ ദൂരെ എവിടെയെങ്കിലും. ഞാൻ രാത്രി കൊച്ചിയിൽ വിളിച്ചു പറഞ്ഞു. കൊച്ചിയിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരും, വന്നാൽ അഡ്മിറ്റ് ചെയ്തോളണം, ഇതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ECT തന്നെ വേണ്ടി വരും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അപ്പോൾ പറഞ്ഞു നാളെ തന്നെ വരണം, നാളെ രാവിലെ തന്നെ വന്നേക്കണം, പേരുമൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു. അന്ന് ഞാൻ ജോലിക്ക് പോയി, ശരിയെന്നൊക്കെ പറഞ്ഞവർ പോയി. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ കൊച്ചിയിലെ ആശുപത്രിയിൽ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്ന ഡോക്ടറെ വിളിച്ചു. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാമെന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഇന്ന് വരും എന്ന് ഞങ്ങൾ കരുതിയിരിക്കുകയായിരുന്നു, വന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഇങ്ങോട്ട് ഇൻഫർമേഷനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകൻ അവനെ വിളിച്ചു. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ പോകാനിരിക്കുകയായിരുന്നു, പക്ഷേ സാറിൻ്റെ വീട്ടിൽ നിന്ന് സാറിനെയും കാണിച്ചിട്ട് വന്നപ്പോൾ നമുക്കൊരു കോള് വന്നു. പിന്നെ എൻ്റെ ഇളയമ്മയും ഇളയമ്മയുടെ 2 മക്കളും അവർ ഡൽഹിയിലാണ്, അവർ 2 ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ആറ്റുകാലൊക്കെ പോകണം, അതിനെല്ലാമായിട്ട് വരുന്നുണ്ട്. പിന്നെ പത്മനാഭപുരം പാലസ് കാണണമെന്ന് അവരുടെ മക്കൾക്കുണ്ട്, അതൊക്കെ ഇപ്പോൾ 2 ദിവസം അവരിവിടെ ഗസ്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ അത് കഴിഞ്ഞ് പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പറയും ഈ അച്ഛൻ ഇതുപോലത്തെ അസുഖമാണെന്ന് പറയാൻ, അത് നേരെ അമ്മ ഇളയമ്മയാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു മരുന്നെഴുതി തന്നല്ലോ, അത് കർശനമായിട്ട് അതെങ്കിലും കൊടുക്ക്, പക്ഷെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും സാരമില്ല, കാര്യം എനിക്ക് അത്രയ്ക്ക് ഒരു അപകടകരമായ ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വച്ചു. അപ്പോൾ ഏതായാലും ഒരു 2 ദിവസം കഴിഞ്ഞു.
അപ്പോൾ എനിക്ക് വലിയൊരു അസഹ്യത തോന്നി. ഞാൻ പിന്നെ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ മനസ്സിൽ, പക്ഷേ എപ്പോഴും ഇതൊരു എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ ഒരു ഇത് സത്യത്തിൽ തോന്നിയിരുന്നു. ഇദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല, പക്ഷേ ആ കുടുംബത്തിലെ പലരെയും എനിക്ക് നന്നായിട്ട് അറിയാം, അടുത്തറിയുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ ഏതായാലും 2-3 ദിവസം, എത്ര എക്സാക്റ്റ് ദിവസം ഓർക്കുന്നില്ല, വൈകുന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരാൾ പറഞ്ഞു, സാർ അറിഞ്ഞോ, കുമാർ സാർ അറിഞ്ഞോ, നമ്മുടെ ഇന്ന വീട്ടിലെ ഗോപാലകൃഷ്ണൻ നായർ കാണാനില്ല, അവർ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്, ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാനില്ല. അപ്പോൾ ഞാൻ വീണ്ടും മകനെ കിട്ടിയില്ല. ഒരു ബ്രദറിൻലായുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉച്ചയ്ക്ക് മറ്റവർ പോയി, അവർ 2 ദിവസം നിന്നിട്ട് പോയി, ഉച്ചയ്ക്ക് ആഹാരവും കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയി കിടന്നു. അപ്പോൾ ഇദ്ദേഹം സ്വല്പം കിടക്കും ഇതുണ്ട്, വൈഫും കിടക്കും, അവരും ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് വൈഫ് ഉണർന്ന് നോക്കിയപ്പം ഈ ഗോപാലകൃഷ്ണൻ നായരെ ബെഡ്റൂമിൽ കാണാനില്ല. വീട്ടിലൊക്കെ നോക്കിയിട്ട് അവിടെ എങ്ങും കാണാനില്ല. ബ്രദറില്ല പറയുന്നു, വൈഫ് പറയുന്നത് ഈ മറ്റേ വിസിറ്റേഴ്സുള്ള സമയത്ത് ഇദ്ദേഹം ബെറ്ററായിട്ടാണ് കണ്ടത്. അപ്പോൾ അവർക്ക് തോന്നി കുറച്ചൊരു ഇങ്ങനെ വീട്ടിൽ വിസിറ്റേഴ്സും ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ശരിയാവുമല്ലോ, പോണോ വേണ്ടതെന്നൊരു ചിന്തയും കൂടെ വന്നു. പക്ഷെ അതിനിടയിലാണ് പുള്ളിയെ വീട്ടിൽ കാണാനില്ലാതായത്. പുള്ളി ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കാണാനില്ല. ഉടനെ പല ഭാഗത്തായിട്ട് ഇവർ പോയി, ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വിളിച്ചന്വേഷിച്ചു. കുറേ നേരം കഴിഞ്ഞ് അവസാനം ഒരു ഇതും കിട്ടാതെ വന്നപ്പോൾ അവിടെ എങ്ങും പോയിട്ടില്ല. അവർ വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ആളുകളാണ്. 4-5 കാറുകളെടുത്ത് പലയിടത്തൊക്കെ പോയി അന്വേഷിച്ച് അങ്ങനെ എന്നിട്ടും കിട്ടിയില്ല. അവസാനം പോലീസിനെ അറിയിച്ചു. ഒരു 2-2.5 മണിക്കൂറിന് തെരച്ചിലിന് ശേഷം, അപ്പോഴേക്കും സന്ധ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയോ 7:30 മണിയോ അടുപ്പിച്ച് ഈ വേളി ഭാഗത്ത്, കൊച്ചുവേളി സ്റ്റേഷൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ ഒരു ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തെന്നറിഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഹി വാസ് ഐഡൻറ്റിഫൈഡ്, റൺ ഓവർ, ട്രെയിനിൻ്റെ മുമ്പ് ചാടി മരിച്ചു. ഇതൊരു അസാധ്യമായ ഒരു സംഭവമാണ്. കാര്യം 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഉറപ്പുള്ള ഒരു ഇതാണ്. സമാനമായ മറ്റൊന്ന്, എൻ്റെ ചികിത്സയിൽ ആക്റ്റീവായ ചികിത്സയിലിരുന്ന ഒരു തിരുവനന്തപുരത്തെ ഒരു ഓഫീസറുണ്ടായിരുന്നു. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വലിയ തസ്തികയിലിരുന്ന ഒരു വടക്കേ തലശ്ശേരിയോ പാലക്കാട്ടുകാരൻ. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ, അദ്ദേഹത്തിനൊരു വിഷാദ രോഗം, മൾട്ടിപ്പിൾ, ശരീരത്തിൻ്റെ പല സിംറ്റംസ്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാരീരിക ലക്ഷണങ്ങളുമായിട്ടാണ് ഈ വിഷാദ രോഗം വരിക. അപ്പോൾ അത് തിരിച്ചറിയപ്പെടുന്നില്ല. അതിനെയാണ് ഞങ്ങൾ മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന് പറയും. ഒരു മാസ്ക് ഇട്ട്, മുഖം മൂടിയിട്ട ഡിപ്രഷൻ. അത് വന്നു. ഇതുപോലെ പല ചികിത്സകളുമൊക്കെ ചെയ്തിട്ട് അവസാനം ഐഡൻറ്റിഫൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായ മറ്റൊരാൾക്ക്, എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ടറിയില്ല, കമ്പൽസറി ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ ആശുപത്രി കിടക്കാൻ വയ്യ, പോകണം, അതാണ് ഇതാണ്. ഭാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ബാങ്ക് ഓഫീസറാണ്. ഇത് പറ്റത്തില്ല, ഈ ആശുപത്രിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കമ്പൽസറി ആയിട്ട് എഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഞങ്ങൾക്ക് അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന്, ഒരാളുടെ അവസ്ഥ, രോഗം ഭേദമായിട്ട് പോകാവുന്ന അവസ്ഥ, നമ്മൾ നോർമൽ ഡിസ്ചാർജ്. രണ്ടാമത് റിക്വസ്റ്റ് ഡിസ്ചാർജ്, എന്തെങ്കിലും കുറവായി, കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും വീട്ടിൽ വിടാൻ കുഴപ്പമില്ലെങ്കിൽ അറ്റ് റിക്വസ്റ്റ് എന്ന്. മൂന്നാമത്തത്, ഡിസ്ചാർജ് ചെയ്യുന്നത് അപകടകരമാകാം, ശരിയല്ല എന്ന് മെഡിക്കൽ അഡ്വൈസ് കൊടുത്താലും പറ്റത്തില്ല, ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗിയെ അങ്ങനെ കിടത്താൻ പറ്റില്ലല്ലോ. ഡാമ എന്ന് പറയും, ഡിസ്ചാർജ് എഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇവർ ഒരു ഡാമ ആയിട്ടാണ് പോയത്, പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോയി. പിന്നെ അത് കഴിഞ്ഞ് വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഇല്ല നോക്കിക്കൊള്ളാം, കൂടെ ഇരിക്കാമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ഇങ്ങേര് തന്നെ പറഞ്ഞു, നീ ഇങ്ങനെ ഇരിക്കണ്ട, ഞാൻ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരാമല്ലോ, 2 കിലോമീറ്ററേ ഉള്ളൂ ഭാര്യ വർക്ക് ചെയ്യുന്ന പിന്നെ ബാങ്കിലേക്ക്, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു വിട്ടു.
ആൻഡ് ഹി ഹാങ്ഡ്, തൂങ്ങി. ഈ രണ്ടുപേരുടെ കാര്യത്തിലും ശ്രദ്ധേയമായത്, രണ്ടുപേരും പ്രായം ചെന്നതിന് ശേഷം വിഷാദരോഗം വന്നതാണ്. ഒരു 50 വയസ്സിന് മുകളിൽ വിഷാദരോഗം ആദ്യമായിട്ട് വരികയാണെങ്കിൽ അത് കടുത്ത വിഷാദമായ അതിവിഷാദ രോഗം എന്നൊരു അതിന് ലക്ഷണങ്ങളുണ്ട് ആണെങ്കിൽ സൂയിസൈഡ് റിസ്ക് വളരെ ഹൈ ആണ്, വളരെ ഹൈ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കരുതലെടുക്കണം, ചികിത്സ എടുക്കണം. ഇത് ട്രീറ്റബിൾ കണ്ടീഷനാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. വിവാഹവും മാനസിക രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പലതരം വിശ്വാസങ്ങളും ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരു വിവാഹ ജീവിതത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഹുസൈൻ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു കച്ചവടക്കാരനാണ്. ചെറിയ ഒരു ഷോപ്പും കടയും, അധികം പേരോടൊന്നും സംസാരിക്കില്ല. ഒരു വിഡ്രോൺ ആയിട്ടുള്ള ഒരാളാണ്. വിഡ്രോൺ എന്ന് വെച്ചാൽ അധികം ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു സാധാരണ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതി ഇതാണ്, നല്ല ഒരുത്തനാണ്, പക്ഷേ ഇവൻ്റെ വായിന്ന് 2 സെൻറ്റൻസ് കേൾക്കാൻ കാണുന്നില്ല. ഒരു ചെറിയൊരു ചിരി വന്നാലായി, അതിനപ്പുറമുള്ള സോഷ്യൽ ഇൻട്രാക്ഷനൊന്നുമില്ല. ഏതായാലും ഹുസൈൻ ഒരു ഉമ്മയും സഹോദരിയും ബാപ്പായും എല്ലാം കൂടെ ഒരു കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ച് വന്ന പെൺകുട്ടി കല്യാണം കഴിച്ച് വന്ന അന്ന് രാത്രി തന്നെ അബ്നോർമലായിട്ട് പെരുമാറി തുടങ്ങി. അബ്നോർമൽ എന്ന് വെച്ചാൽ അവളൊരു മുറിയുടെ മൂലയിൽ പോയി പതുങ്ങി നിന്നു. ഹുസൈൻ ചെന്നൊന്ന് വിളിച്ചപ്പോഴത്തേക്കും, ഹുസൈന് തന്നെ വലിയ മടിയാണ് പോയി വിളിക്കാനൊക്കെ, എന്നാലും പോയി വിളിച്ചപ്പോഴത്തേക്കും അവൾ ആദ്യം തട്ടി മാറ്റി, പിന്നെ കോപിച്ചു, കുറച്ച് കഴിഞ്ഞങ്ങ് പൊട്ടിച്ചിരിച്ചു. ആകെ ഒരു അസാധാരണ പെരുമാറ്റം. അപ്പോൾ ഹുസൈന് മനസ്സിലായി, അരമണിക്കൂർ കഴിഞ്ഞപ്പം സംഗതി ശരിയല്ല, ഇവൾ മാനസികമായിട്ട് പ്രശ്നമുള്ളതാണ്. ഹുസൈന് തന്നെ മനസ്സിലായി ഇത് മാനസിക രോഗം നേരത്തെ ഉള്ളതായിരിക്കും, ഞങ്ങളോട് പറയാതെ ഇത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് കുടുംബത്തിൽ വന്നു. അപ്പം പിറ്റേ ദിവസം ഇതിനെപ്പറ്റി ചർച്ചയൊക്കെ വന്നു. വളരെ പെട്ടെന്നാണ്. ഇങ്ങനെ മാനസിക രോഗമുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അവനൊരു കടയുണ്ട്, വലിയ കടയൊന്നും അല്ലെങ്കിലും നല്ല ജംഗ്ഷനിലെ കടയാണ്, വളർത്താവുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ നല്ല കുട്ടിയെ കിട്ടും, ഉപേക്ഷിക്കാം, അത് ഇനി തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഹുസൈൻ്റെ അനിയത്തിയുണ്ട് മെഹർ. അവൾ പറഞ്ഞു, ഇക്ക ഇത് ചികിത്സിക്കാൻ പറ്റുമെന്നോ നോക്കിയാലോ നമുക്കെന്ന് പറഞ്ഞ് അങ്ങനെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നു. ചികിത്സിച്ചപ്പോൾ ഇവൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, ഒരുപാട് ഈ കുട്ടി ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ ഫാമിലി ബാക്കിയുള്ളവർ വിട്ടില്ല. ഫാമിലി പറഞ്ഞു അത് ശരിയല്ല, ഇവൾക്കിപ്പോൾ ചികിത്സിച്ചു, അസുഖം കുറഞ്ഞു, ഇനി വരൂല എന്നെങ്ങനെ അറിയാം. മാത്രമല്ല ഇങ്ങനെ വന്നാൽ ഈ പറഞ്ഞു പറ്റിച്ച് ചെയ്തത് ശരിയല്ലല്ലോ, നമ്മൾ അത് വേണ്ടാന്ന് വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്റ്റേജായപ്പോൾ ഹുസൈൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഇവക്കിപ്പം കുറേ വ്യത്യാസമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മൊഴിയൊന്നും ചൊല്ലുന്നില്ല, ഇതങ്ങ് നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പ്രസവിച്ചു. അവളൊരു ഹുസൈൻ്റെ കാര്യങ്ങളുമൊക്കെ നോക്കി. ഹുസൈൻ്റെ കടയൊക്കെ കുറച്ചുകൂടെ അതിനിടയിൽ വികസിച്ചു. ഹുസൈൻ ജീവിച്ചു. പക്ഷേ അതിനിടയിൽ വലിയൊരു ദുഃഖം വന്നത്, ഹുസൈൻ്റെ അനിയത്തി മെഹറിനൊരു കല്യാണം കഴിച്ചു. അത് എന്തോ തെറ്റിദ്ധാരണ വന്ന് അവൾ മൊഴിയല്ലി, അത് അവൾ വീട്ടിൽ വന്നിരിപ്പായി. അത് വന്നത് ഇവളെ ആ വിവാഹം കഴിച്ച കുടുംബത്തിലെ വരൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഇവൾ കുറച്ചൊരു ഔട്ട്സ് ഗോയിങ്ങും ഓവർ സ്മാർട്ടൊക്കെയാണ്, അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇവളൊരു ഫ്രാങ്കായിട്ടുള്ളൊരു കുട്ടിയാണ് ഈ മെഹർ. അപ്പോൾ ഹുസൈൻ്റെ ചിന്താക്കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരിക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു ഒരു ദാമ്പത്യ ജീവിതം, പക്ഷേ ഞാൻ അവൾക്ക് മാനസിക രോഗം, കട്ട മാനസിക രോഗം ഉണ്ടായിട്ട് പോലും ഞാൻ സ്വീകരിച്ചു, ഇതെങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളൊരു ചിന്താക്കുഴപ്പം. പക്ഷേ ചിന്താക്കുഴപ്പവും വച്ച് ഹുസൈൻ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. വസ്ത്രം മാറ്റണ്ടേ, വസ്ത്രം മാറ്റുമല്ലോ പ്രസവത്തിൻ്റെ പരിശോധനയ്ക്കായിട്ട്. നിമ്മിയോട് ചോദിക്കാതെ അത് പെട്ടെന്നങ്ങ് ചെയ്തു. നിമ്മി അങ്ങ് വയലൻ്റായി, അവരെ കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവരെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ഈ മാഡം അവിടെ നിൽക്കുകയാണ്, ഗൈനക്കോളജി പ്രൊഫസർ. അവർ പറഞ്ഞു, ഇത് നിമ്മി നീ ഇതെന്താണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതൊക്കെ ഇത്ര
അപ്പോൾ നിമ്മി ധരിച്ചത് ഇതൊരു ഈ ന്യൂഡായിട്ട് ഈ നഗ്നതയൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതിലെന്താന്ന് ഒറ്റ ഫ്ലാഷിൽ നമ്മൾ ഒരു സിനിമയിൽ ദിലീപിന് ഇങ്ങനെ തിളക്കം നാറ്റൊരു സിനിമയില്ലേ, അതിലുള്ളതുപോലെ ഇത് വലിച്ചങ്ങ് അവരുടെ വസ്ത്രം വലിച്ചങ്ങ് സാരി വലിച്ചഴിക്കാൻ നോക്കി. എന്നിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ ഡോക്ടറും അങ്ങനെ നിൽക്കും, ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം.